നേരായ വഴികളിൽ നടക്കുന്നവർക്കിട്ട് പണി കൊടുക്കാൻ വളഞ്ഞ വഴി സ്വീകരിക്കുക എന്നത് ബി ജെ പിക്ക് പുത്തരിയല്ല. പ്രത്യക്ഷത്തിൽ ബി ജെ പിയുടെ പ്രധാന ശത്രു സി പി എം തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ സി പി എമ്മിന് വേണ്ടി നിലകൊള്ളുന്നതിൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല ബി ജെ പിക്കുള്ളത്. അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആയപ്പോഴാണ് പുതിയൊരു വഴിയും കൊണ്ട് അവർ വന്നിരിക്കുന്നത്. കരുവന്നൂർ കേസിൽ കെ രാധാകൃഷ്ണൻ എം പിക്ക് ബാങ്ക് രേഖകൾ ഹാജരാക്കാൻ വേണ്ടിയാണ് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതേസമയം പാർലമെന്റ് നടക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടി സമയം നീട്ടി ചോദിച്ച് എം പി മറുപടി നൽകിയിട്ടുമുണ്ട്. ഇ ഡിയുടെ സമൻസിന് പിന്നിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള നീക്കമാണെന്നും ഇ ഡിയെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും ഏത് അന്വേഷണവും നേരിടാമെന്നും രാധാകൃഷ്ണൻ പറയുകയുണ്ടായി. ഡൽഹിയിൽ നിന്നും ഇന്നലെയാണ് എത്തിയതെന്നും വൈകുന്നേരമാണ് നോട്ടീസ് വന്ന കാര്യം അറിയുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നലെ ഹാജരാകണമെന്നായിരുന്നു നോട്ടീസിൽ ഉണ്ടായിരുന്നത്. പാർലമെന്റ് കഴിയുന്നവരെ ഹാജരാകാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയെന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കുകയുണ്ടായി. ബാങ്ക് അക്കൗണ്ട്, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, ആസ്തി തുടങ്ങിയ ഡോക്യുമെന്റുകൾ ഹാജരാക്കാനാണ് നോട്ടീസിൽ ഉള്ളതെന്നും എന്നാൽ ഏത് കേസാണെന്ന് നോട്ടീസിൽ പറയുന്നില്ല എന്ന് മാത്രമല്ല, ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കരുവന്നൂർ വിഷയം സംബന്ധിച്ച് ചർച്ച ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതിനിടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം നിക്ഷേപകർക്ക് തിരികെ നൽകുന്നതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ബാങ്കിനെ ഏൽപ്പിക്കാനാണ് തീരുമാനം. ഇ ഡി കണ്ടുകെട്ടിയ 53 പ്രതികളുടെ സ്വത്ത് കരുവന്നൂർ ബാങ്കിന് കൈമാറുമെന്നും ബാങ്ക് ഇവ ലേലം നടത്തി നിക്ഷേപകർക്ക് പണം നൽകണമെന്നുമാണ് ഇ ഡി നിലപാട്. ഇക്കാര്യം കാണിച്ചും ഇതിനായി ബാങ്കിന് അനുമതി നൽകണമെന്ന് അപേക്ഷിച്ചും എറണാകുളം CBI കോടതിയിൽ ഇ ഡി ഹർജി നൽകിയിട്ടുണ്ട്. തട്ടിപ്പിനിരയായത് ബാങ്കാണെന്നും അതിനാൽ ബാങ്കിനാണ് പണം കിട്ടേണ്ടതെന്നുമുള്ള ന്യായമാണ് ഇ ഡി ഉയർത്തുന്നത്. ഹർജി പരിഗണിച്ച കോടതി ബാങ്കിന്റെ നിലപാട് അറിയാനായി സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഏറെ സങ്കീർണവും നിയമപ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ളതുമായ കണ്ടുകെട്ടൽ, ലേലം കാര്യങ്ങൾ ഏറ്റെടുത്താൽ ബാങ്ക് വീണ്ടും പ്രതിസന്ധിയിലാകും. നിയമപ്രകാരം കേസ് തീർന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാലേ കണ്ടുകെട്ടിയ വസ്തുക്കൾ ലേലം ചെയ്യാനാകും. അതിനു മുൻപ് തന്നെ ഇ ഡി നടത്തുന്ന ഇത്തരം പ്രവർത്തികൾക്ക് മുൻപിൽ മറ്റാരുടെയോ കറുത്ത കരങ്ങൾ ഉണ്ടെന്നത് വ്യക്തമാണ്. അത് ബി ജെ പി അല്ലാതെ മറ്റാരുമല്ലെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയമായും മറ്റു കാര്യങ്ങൾ നിരത്തിയും അവർക്ക് സി പി എമ്മിനെ തോൽപ്പിക്കാനാവില്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള വളഞ്ഞ വഴികൾ സ്വീകരിക്കുക തന്നെ. സി പി എം കരുവന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ 10 ലക്ഷം വില വരുന്ന ഭൂമിയും കണ്ടുകെട്ടിയിരുന്നു. ഇവ ലേലം ചെയ്ത് കിട്ടുന്ന തുക നിക്ഷേപകർക്ക് തിരികെ നൽകാൻ ഡൽഹി അഡ്ജുഡിക്കേറ്റ് അതോറിറ്റി ഇ ഡിക്ക് അനുമതിയും നൽകിയിരുന്നു. ഇതിനെതിരെ സി പി എം അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള അന്വേഷണങ്ങളും നേരിടാൻ സി പി എം നേതാക്കൾ തയ്യാറാണ്. അഴിമതി കാട്ടിയില്ലെന്ന് അവർക്ക് ഉറപ്പുള്ളിടത്തോളം കാലം ബി ജെ പി എത്രയൊക്കെ പൂട്ടാൻ നോക്കിയിട്ടും കാര്യമില്ല. അവരതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. മടിയിൽ കനമില്ലാത്തവന് പേടിക്കേണ്ടതില്ലല്ലോ.